എല്ലാവർക്കും നമസ്കാരം. ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞു തുടങ്ങിയ സമരം പിന്നീട് വലിയ അക്രമ സംഭവങ്ങളിലേക്കാണ് വഴിമാറിയത്. സമാധാനപരമായി സമരം എന്ന് പറഞ്ഞു തുടങ്ങിയവരാണ് പിന്നീട് തങ്ങളുടെ തനി ആക്രമണ സ്വഭാവം പുറത്തെടുത്തത്. പോലീസിനെ ആക്രമിക്കാനും ബാരിക്കേഡുകൾ തകർക്കാനും പൊതുമുതൽ നശിപ്പിക്കുവാനും ഇവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ഇവരുടെ ഈ യഥാർത്ഥ അക്രമ സ്വഭാവം മനസ്സിലാക്കിയതുകൊണ്ടാണ് ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി അക്രമം അഴിച്ചുവിട്ട ക്രിമിനലുകളെ പോലീസ് ഇപ്പോൾ വീടുകൾ കയറി പൊക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ പാറ്റകളെ കുറിച്ചല്ല, മറിച്ച് രാജ്യത്തെ വിഭജിക്കാൻ നോക്കുന്ന ഇത്തരം അക്രമകാരികൾക്കെതിരെ തെരുവിലിറങ്ങിയ യഥാർത്ഥ രാജ്യസ്നേഹികളെ, അതായത് ദ റിയൽ നാഷണലിസ്റ്റുകളെ കുറിച്ചാണ്. ഡൽഹിയിൽ കുറെ വിഘടനവാദികൾ സമരം ചെയ്തപ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കിയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്നത് നിങ്ങളെ കാണിച്ചില്ലല്ലോ. കാരണം അത് അവരുടെ അജണ്ടയ്ക്ക് ചേരുന്നതല്ല. നമുക്കിന്ന് കൃത്യമായ ഡേറ്റ വെച്ച് ഒന്ന് പരിശോധിക്കാം. ജൂലൈ 27, 2026 പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത നഗരം ശരിക്കും സ്തംഭിച്ചു. BJPയുടെയും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന തിരങ്ക യാത്ര, അതിൽ പങ്കെടുത്തത് എത്ര പേരാണെന്ന് നിങ്ങൾക്കറിയാമോ? 25,000-ലധികം വരുന്ന യഥാർത്ഥ രാജ്യസ്നേഹികൾ. നീറ്റ് സമരത്തിന്റെ മറവിൽ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഒരു വമ്പൻ താക്കീതായിരുന്നു അത്. 2 വലിയ റാലികളാണ് അന്ന് കൊൽക്കത്തയിൽ നടന്നത്. അതിലൊന്ന് സെൽദ മുതൽ എസ്പ്ലനേഡ് വരെ, രണ്ടാമത്തേത് ഗോൽ പാർക്കിൽ നിന്ന് ജാദവ്പൂർ വരെ. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് രാജ്യത്തെ വിഭജിക്കാൻ നോക്കുന്ന അക്രമികളെ എന്ത് വില കൊടുത്തും ഞങ്ങൾ നേരിടും എന്നതാണ് ഈ റാലിയിൽ പങ്കെടുത്ത സാധാരണക്കാർ വിളിച്ചു പറഞ്ഞത്. ഇന്ത്യയുടെ അഖണ്ഡതയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അവർ കൃത്യമായി പ്രഖ്യാപിച്ചു. ഇത് ബംഗാളിലെ മാത്രം കാര്യമല്ല. കോക്രോച്ച് പാർട്ടിക്കാർ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചോ അവിടെയൊക്കെ ഇപ്പോൾ ദേശീയവാദികൾ സംഘടിക്കുകയാണ്. ബീഹാറിലും സമാനമായ രീതിയിൽ ദേശീയവാദികളുടെ വലിയ റാലികളും മാർച്ചുകളും നടക്കുന്നുണ്ട്. ഡൽഹിയിൽ പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് അക്രമം അഴിച്ചുവിട്ടവർക്കുള്ള കൃത്യമായ മറുപടിയാണ് രാജ്യമെമ്പാടും ഇപ്പോൾ അലയടിക്കുന്നത്. ഒരു വശത്ത് അക്രമ സംഭവങ്ങളിലൂടെ രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവർ, മറുവശത്ത് രാജ്യത്തെ സ്നേഹിക്കുന്നവർ. സ്വാഭാവികമായും ഇത്തരം റാലികളും തിരിച്ചുവിളികളും ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ രാജ്യത്ത് എങ്ങനെയെങ്കിലും ഒരു കലാപമുണ്ടാക്കുക എന്നത് കോക്രോച്ച് പാർട്ടിയുടെയും അവരുടെ പുറകിലുള്ള വിദേശ ഫണ്ടുകളുടെയും ലക്ഷ്യമാണ്. അവർക്ക് വേണ്ടത് ചോരയും സംഘർഷവുമാണ്. ഈ ദേശീയവാദികൾ നടത്തുന്ന സമാധാനപരമായ റാലികൾക്ക് നേരെ ഒരു കല്ലെറിഞ്ഞാൽ മതി, അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ വിജയിക്കുന്നത് അക്രമികളാണ്. അതുകൊണ്ട് തെരുവിലിറങ്ങുന്ന യഥാർത്ഥ രാജ്യസ്നേഹികൾക്കും കൃത്യമായ സംയമനം അത്യാവശ്യമാണ്. ഈ നാട് നമ്മുടേതാണ്. ഈ നാട്ടിലെ സ്വത്തുക്കളും നമ്മുടേതാണ്. അത് തല്ലി തകർക്കാൻ ആർക്കും അവസരം കൊടുക്കരുത്. പാറ്റകൾക്ക് പിന്നാലെ ചിലപ്പോൾ ഞണ്ടുകൾ വരാം, കുറുക്കന്മാർ വരാം. എന്ത് വന്നാലും ഇന്ത്യൻ യുവത്വം വിവേകത്തോടെ അതിനെ നേരിടണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കുറച്ചുപേർ ഡൽഹിയിൽ വന്നു കിടന്ന് അക്രമം കാണിച്ചാൽ ഈ രാജ്യം തകർന്നു പോകും എന്ന് കരുതുന്നവർക്കുള്ള പക്ക റിയാലിറ്റി ചെക്കാണ് ബംഗാളിൽ നമ്മൾ കണ്ടത്. ഈ നിശബ്ദ ഭൂരിപക്ഷം ഉണർന്നാൽ പിന്നെ വിഘടനവാദികൾക്ക് ഈ രാജ്യത്ത് സ്ഥാനമുണ്ടാകില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ദേശീയവാദികൾ തെരുവിലിറങ്ങുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? യാതൊരു ഫിൽട്ടറുമില്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.